അപ്പോൾ പിള്ളേരെ എല്ലാവരും ബുക്കും പെന്നും എടുത്ത് ഇപ്പം തന്നെ എഴുതി പഠിക്കാൻ റെഡി ആയിക്കോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ശൈലിയാണ് നോക്കുന്നത്. കൂടെ ഇരുന്ന് കഴുത്തിറക്കുക, അടുത്തുകൂടി ചതിക്കുക. അതായത് കൂടെ ഇരുന്ന് കഴുത്തിറക്കുക പറഞ്ഞാൽ അടുത്തുകൂടി ചതിക്കുക. അടുത്തത് പ്രസംഗിക്കുന്നയാൾ, പ്രസംഗകൻ. പ്രസംഗിക്കുന്നയാൾക്ക് പറയുന്നതാണ് പ്രസംഗകൻ. പിരിച്ചെഴുതുക, തണുപ്പുണ്ട്. തണുപ്പുണ്ട് എന്ന് പിരിച്ചെഴുതിയാൽ തണുപ്പ് പ്ലസ് ഉണ്ട്, തണുപ്പുണ്ട്. അടുത്തത് ചേർത്തെഴുതുക, പെരും പ്ലസ് പറ, പെരുമ്പറ. പെരും പ്ലസ് പറ ചേർത്തെഴുതിയാൽ പെരുമ്പറ. ഭൂമിയുടെ പര്യായപദങ്ങൾ ധരണി, വസുധ, മേദിനി. ഭൂമിയുടെ പര്യായപദങ്ങളാണ് ധരണി, വസുധ, മേദിനി. ഈ ചോദ്യം എങ്ങനെയാണ് ചോദിച്ചതെന്ന് വെച്ചാൽ ഇതിൽ ഭൂമിയുടെ പര്യായപദം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഭൂമിയുടെ പര്യായപദം ഏതാണ് അല്ലാത്തതെന്ന് അറിയണമെങ്കിൽ ആദ്യം നമുക്ക് ഏതൊക്കെയാണ് ഭൂമിയുടെ പര്യായപദം എന്ന് അറിഞ്ഞിരിക്കണം. അപ്പം ധരണി, വസുധ, മേദിനി ഓർത്ത് വെക്കുക. വിപരീത പദം വിവൃതം, സംവൃതം. വിവൃതത്തിൻ്റെ വിപരീത പദമാണ് സംവൃതം. അടുത്തത് ഒറ്റപ്പദം എല്ലാ ജനങ്ങൾക്കും ബാധകമായ, സർവ്വജനീയം. അപ്പോൾ എല്ലാ ജനങ്ങൾക്കും ബാധകമായ എന്നതിൻ്റെ ഒറ്റപ്പദമാണ് സർവ്വജനീയം. ഈ പോയിൻറ്റ്സ് ഞാൻ വെറുതെ ഇട്ടതല്ല. ഇത് PSC പരീക്ഷയിൽ മലയാളം ഭാഗത്ത് നിന്ന് ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യങ്ങളായി വന്നിട്ടുള്ള പോയിൻറ്റുകളാണ്. ഇങ്ങനെ നമുക്ക് ഓരോ ദിവസവും മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങൾ ഇങ്ങനെ പോയിൻ്റായിട്ട് പഠിച്ചു പോകാം. എല്ലാവരും നോട്ട് എഴുതി തന്നെ പരമാവധി പഠിക്കാൻ ശ്രമിക്കുക.